വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മുടെ ഗരജിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട്, പക്ഷേ അവസാനം നമ്മളെ കിട്ടിയിരിക്കുന്ന പുതിയൊരു അതിഥിയാണ്. പുതിയ അതിഥി മാത്രമൊന്നുമല്ല, ഈ അതിഥിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക് ബൈക്കാണ്. നമ്മുടെ ഗരജിലേക്ക് ഒരു ഇലക്ട്രിക് ബൈക്ക് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് നോക്കിയാലോ. അതും കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകും. എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഡ്യൂക്ക് ഇല്ലേ, അതിന്റെ ഒക്കെ ലുക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. ഏകദേശം അതുപോലെയൊക്കെ തന്നെയുണ്ട്. കാരണം എവിടെയൊക്കെയോ സിമിലാരിറ്റി ഉണ്ട്. ഈ കാണുന്ന ടെയിൽ ലൈറ്റ് കണ്ടോ, അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ കണ്ടോ, അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത് നമ്മുടെ ഡ്യൂക്കിന്റെ അതുപോലെയാണ്. ഡ്യൂക്ക് 390യുടെ ഡിസ്പ്ലേ. അപ്പം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന മുമ്പേ ഇതിന്റെ പേരെന്താ, അതുപോലെ ഇതിന്റെ കമ്പനി, അതെല്ലാം സംഭവം ഞാൻ പറയാം. ഇത് ആക്ച്വലി ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതായത് ഈ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2020-ലാണ്. അതുപോലെ തന്നെ ഈ ബ്രാൻഡിന് വേറെ പ്രത്യേകത ഉണ്ട്. ഇതിന്റെ A to Z, അതായത് ഈ ബൈക്കിന്റെ A to Z കാര്യങ്ങളും പ്രൊഡക്ഷൻ ചെയ്തത് ഇന്ത്യയിൽ തന്നെയാണ്. ഇതൊരു ഇമ്പോർട്ടഡ് വെഹിക്കിൾ അല്ല. പലരുടെയും തെറ്റിദ്ധാരണയാണ് ഇതൊരു ഇമ്പോർട്ടഡ് വെഹിക്കിൾ ആണ്. പക്ഷേ ഇത് ആക്ച്വലി ഒരു ഇമ്പോർട്ടഡ് വെഹിക്കിൾ അല്ല. ഇതിലെ A to Z ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്തത്. ഈ കിടക്കുന്ന ഓപ്പൺ റോഡ്, ഇതിന് 3 മോഡാണുള്ളത്. ഇതിന്റെ റൈഡിംഗ് കാര്യത്തിലേക്കൊക്കെ വരുവാണെങ്കിൽ ഇതിന് 3 സ്റ്റെപ്പാണുള്ളത്. അതായത് എക്കോ, പിന്നെ സിറ്റി, പിന്നെ ഹവാക്കോ. ഹവാക്കോ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് മോഡാണ്. ഇത് സ്പോർട്സ് മോഡിൽ സാധനമാണ്. അതായത് എക്കോ സിറ്റി അതിലൊന്നും തരാത്തൊരു പ്രത്യേക ഒരു പവറാണ് ഈ കിടക്കുന്ന ഹവാക്കോയിൽ തരണേ. നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കാണുന്ന സർക്കിൾ ഹെഡ്ലൈറ്റ് സത്യം പറഞ്ഞാൽ ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഇതിൽ വരുന്നത് LED ഹെഡ്ലൈറ്റ് ആണ്. അതുപോലെ ഈ ഇൻഡിക്കേറ്റർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. ഇൻഡിക്കേറ്റർ മാത്രമല്ല കേട്ടോ, എനിക്ക് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വരുന്നത് നിയോൺ ഫൈബർ ആണ് വരുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് വർക്കാണ് വന്നേക്കണേ. പിന്നെ അതുപോലെ ഡിസ്പ്ലേ കണ്ടപ്പോൾ എനിക്ക് ആദ്യം അത് ഓർമ്മ വന്നു, ഇപ്പോഴത്തെ 390 ഒക്കെ പോലെ. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയല്ലോ, ഞാൻ ഇതിന്റെ ഫ്രെയിമിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇത് ARH ഫ്രെയിമാണ് ഇതിൽ വരണേ. നമ്മൾ ഇതിന്റെ മെയിൻ കാര്യത്തിലേക്ക് പോയില്ലല്ലോ. ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പവറാണ്. ഇതിന്റെ പവർ എന്ന് പറയുമ്പോൾ മോട്ടോർ പവർ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് 7.5 ആണ് മോട്ടോർ പവർ വരുന്നത്. അതുപോലെ തന്നെ 52 Nm ടോർക്കും ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണേ. ഇനി അടുത്തത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബാറ്ററിയിലേക്ക് ആയിരിക്കും പോണേ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടതും അത് തന്നെയായിരിക്കും, അതിനെക്കുറിച്ചായിരിക്കും. ഓക്കെ, ഇന്ന് നമുക്ക് ഇതിന് മൊത്തം 3 വേരിയന്റ് ആണ് കേട്ടോ ഉള്ളത്. അതായത് ഇതിന്റെ ഏറ്റവും ലോവർ വേരിയന്റ് എന്ന് പറയുന്നത് 2.6, അത് കഴിയുമ്പോഴത്തേക്കും 3.4, അത് കഴിഞ്ഞ് 4.4. ഈ 4.4 എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത്. നമ്മുടെ കിട്ടിയിരിക്കുന്നതും ടോപ്പ് വേരിയന്റ് ആണ്. സത്യം പറഞ്ഞാണല്ലോ, ഈ 3 വേരിയന്റിനും പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് ബാറ്ററി വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഡിസൈനിലോ അല്ലെങ്കിൽ പറയുന്ന പവറിലോ അങ്ങനെ ഒന്നും തന്നെ വ്യത്യാസമില്ല. ഈ പറഞ്ഞ റേഞ്ച് വരുന്ന വ്യത്യാസങ്ങൾ മാത്രം തന്നെ ഉള്ളൂ. ഈ 2.6 ഇതിന്റെ റേഞ്ച് വരുന്നത് 110 ആണ്. അതുപോലെ 3.4 വരുന്നത് 140, 4.4 175 ആണ് കമ്പനി പറയണത്. ഇത് ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ഓരോ ടെറൈനിൽ ഓടിക്കുന്ന പോലെയൊക്കെ ഇരിക്കും. കമ്പനി പറയണത് ഈ പറയണ 175 കിട്ടുമെന്നാണ്. പക്ഷെ അത് ഈ പറയുന്ന ടെറൈന് ആൾക്കാർ ഓടിക്കുന്നതിൻ്റെ ഇത് അങ്ങനെയൊക്കെ വെച്ചിരിക്കും. കമ്പനി എനിക്ക് തോന്നുന്നത് സാധാരണ ബെൽറ്റ് ഒക്കെ വെച്ചായിരിക്കും ഈ പറയുന്ന റേഞ്ച് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇത് ഓൺ റോഡ് ഒക്കെ വരുന്ന സമയത്ത് 140 സംതിങ് ഒക്കെ ആയിരിക്കും കിട്ടുള്ളൂ. അത് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും ഈ പറയുന്ന മൈലേജ് അതുപോലെ റേഞ്ച് ഇതൊരിക്കലും കമ്പനി പറയുന്നതനുസരിച്ച് ആക്യുറേറ്റ് ആകണമെന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ഡ്രൈവിംഗ് സ്കില്ലാണ്. കാരണം അവർ ഓടിക്കുന്ന അനുസരിച്ച് അതുപോലെ ഈ പറഞ്ഞ ടെറൈന്, വെയിറ്റ് ഇതെല്ലാം അനുസരിച്ചിരിക്കും ഈ പറഞ്ഞ കിട്ടുന്ന മൈലേജ്, റേഞ്ച് ഇതെല്ലാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബൈക്കിൽ ഉപയോഗിച്ച ബാറ്ററി എന്ന് പറയുന്നത് LFP ബാറ്ററീസ് ആണ്. അതായത് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററീസ്. ഈ പറയുന്ന LFP ബാറ്ററീസും അതുപോലെ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ ഞാൻ നടത്താം. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ പറയുന്ന ലെഡ് ആസിഡ് ബാറ്ററി പിന്നെ LFP ബാറ്ററീസും ഭയങ്കര സിമ്പിളാണ് ഏകദേശം. ബിക്കോസ് LFP ബാറ്ററി കിടക്കുന്നത് ഈ പറയുന്ന സിലിണ്ടർ പോലത്തെ ഇത് സെല്ലുകളാണ്. മറ്റേ ഈ പറഞ്ഞ ലെഡ് ആസിഡ് ബാറ്ററി കിടക്കുന്ന ഈ പറഞ്ഞ പ്ലേറ്റ് ആയിട്ടുള്ള സെല്ല്. അതായത് ഇപ്പം ബാറ്ററിയുടെ ഏതെങ്കിലും ഒരു സെല്ല് പോവുകയാണെങ്കിൽ, ഇപ്പം LFP ബാറ്ററിയിൽ ഏതെങ്കിലും സെല്ല് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സിലിണ്ടർ ആണല്ലോ, ആ സിലിണ്ടർ തനിയെ മാറ്റി റീപ്ലേസ് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ലെഡ് ആസിഡ് ബാറ്ററിയിൽ അത് നടക്കില്ല, ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും ബാറ്ററി. അതുപോലെ തന്നെ LFP ബാറ്ററീസ് ലോങ് ലൈഫ് വരും. പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും കമ്പയർ ടു ലെഡ് ആസിഡ് ബാറ്ററി വെച്ച് നോക്കുമ്പോൾ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇറങ്ങുന്ന അത്യാവശ്യം EVകളെല്ലാം തന്നെ ഈ പറയുന്ന LFP ബാറ്ററീസ് ആണ് യൂസ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ലുക്കാണ് കേട്ടോ സമ്മതിച്ചു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് 3 കളർ വേരിയൻ്റ് ആണ് വരുന്നത്. ഇപ്പം എൻ്റെ കിട്ടിയിരിക്കുന്നത് വൈറ്റ് ആണ്, പിന്നെ ഒരു ഓറഞ്ച് ഗ്രീൻ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.5 ലക്ഷമാണ്, 1.55. പിന്നെ മറ്റേത് 1.45 ആണ്. ഏകദേശം 10,000 രൂപ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഏത് ഈ പറയുന്ന 2.6 എടുത്താലും ഈ പറഞ്ഞ 4.4 എടുത്താലും 10,000 രൂപ ഡിഫറൻസ് മാറി മാറി വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ചാർജിൻ്റെ കാര്യം, ഇവിടെയാണ് ബാറ്ററി ചാർജിൻ്റെ സംഭവം എല്ലാം പറഞ്ഞത്. നിങ്ങൾക്ക് കാണാമോ? ഇത് കണ്ടോ, ഇത് തുറന്ന് കഴിയുമ്പോഴത്തേന് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഇവിടെ ചെറിയ സോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊക്കെ ഇവിടെ വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ എനിക്കറിയില്ല. ഇതിൻ്റെ ഇവിടെ ചെറിയ സോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ USB സോക്കറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റിനാണ് നമ്മുടെ ചാർജിംഗ് പോർട്ടും വരണേ. ഇതാണ് നമ്മുടെ ബൂട്ട് തുറക്കാനുള്ള സാധനം. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഷോട്ട് ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് വലിക്കുന്നു, അപ്പോൾ നമ്മുടെ ബൂട്ട് ഓപ്പൺ ആവും. കണ്ടോ, ഇതാണ് നമ്മുടെ കമ്പനി തരുന്ന ഈ പറഞ്ഞ ചാർജർ എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ കമ്പനി വരുന്ന ചാർജർ എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കൂറാണ് ഇത് ഫുൾ ചാർജ് ആകണമെങ്കിൽ വരുന്നത് കമ്പനി തരുന്ന ഇതിൽ. പക്ഷേ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഈ ചാർജറിലല്ല. നമ്മൾ എക്സ്ട്രാ ഏതാണ്ട് 30,000 റുപ്പീസും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജ് കിട്ടും. അതായത് 2 മണിക്കൂറിൻ്റെ ഫുൾ ചാർജ് ആവും. അതന്നെ പറഞ്ഞേ. ഓക്കെ, ഇത് ചാർജ് കൂടുന്ന സംഭവമൊക്കെ നമുക്ക് തിരിച്ചെടുത്ത് വയ്ക്കാം. ബാക്കി നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ, വെക്കട്ടെ. സീറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. സീറ്റ് അത്യാവശ്യം നല്ല സ്മൂത്താണ് കേട്ടോ. കൊള്ളാം, അത്യാവശ്യം നല്ല വൈഡായിട്ട് സ്മൂത്താണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm ആണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ബൈക്കിന്. അതുപോലെ തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എനിക്ക് തോന്നുന്നത് 172 സെൻറ്റിമീറ്റർ സംതിങ് ആണ്. അപ്പം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, എൻ്റെ കാല് മൊത്തം നിലത്ത് കുത്തുന്നില്ല. എൻ്റെ കാലിൻ്റെ പകുതി മാത്രമേ കുത്തുന്നുള്ളൂ. എൻ്റെ കാലിങ്ങനെ മടങ്ങിയാണ് ഇവിടെ ഇരിക്കണേ. ഓക്കെ, ഇനി ഇതിൻ്റെ മീറ്ററിലേക്ക് പോവാം. ഓക്കെ, ഇതിന് 3 മോഡാണ് സത്യം പറഞ്ഞാൽ വരണേ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന പോലെ ഇതിന് 3 മോഡുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. കിൽ സ്വിച്ച് ഡബിൾ ക്ലിക്ക്. ഓക്കെ, സ്റ്റാൻഡ് എടുത്തില്ല, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. ബ്രേക്ക് പിടിച്ചിട്ട് കിൽ സ്വിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, ഫസ്റ്റ് എക്കോ, കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് സിറ്റി, പിന്നെ ഹവോക്കോ എന്ന് പറയുന്നത് സ്പോർട്സ് മോഡാണ്. ഹവോക്കോയിൽ ഏകദേശം 95 വരെ ഒപ്പിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ സിറ്റിയിൽ ഈ പറഞ്ഞ 65 പറ്റുള്ളൂ. അതുപോലെ തന്നെ എക്കോയിൽ 40 കിട്ടുള്ളൂ റേഞ്ച് സ്പീഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് മാറ്റുന്ന സമയത്ത് നമ്മുടെ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല, അല്ലാതെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഹവോക്കോ എനിക്ക് സത്യമായി ഹവോക്കോ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം അടിപൊളിയാണ്. നമ്മൾ കൈ കൊടുക്കുന്നതിന് പിന്നെ ഒറ്റയടിക്ക്, അതായത് ഒരു പമ്മലോ അങ്ങനെ സംഭവമൊന്നുമില്ല. അതായത് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ അതായത് എൻഡ് വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് പവർ ഇടയ്ക്ക് ലോസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഇത് ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡല്ല, ഇതിൻ്റെ മോഡ് ഇട്ടേക്കുന്നത് സ്പോർട്സ് മോഡിലാണ്. നമുക്ക് നോക്കിയാലോ. എന്തായാലും 60ൻ്റെ മേളിൽ കയറില്ല. കമ്പനി പറഞ്ഞാൽ 95, പക്ഷേ എന്തായാലും ഇവിടെ എന്തായാലും 60ൻ്റെ മേളിൽ കയറുന്നില്ല. സത്യം പറഞ്ഞാൽ പേടിയാണ്, അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടല്ല. അപ്പോൾ നമ്മളിതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് വരുന്നത് ഡബിൾ ഡിസ്ക് ബ്രേക്കാണ് വിത്ത് UBA അസിസ്റ്റ്, യുണൈറ്റഡ് ബ്രേക്ക് അസിസ്റ്റ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ABSൻ്റെ ഒക്കെ പോലെ തന്നെ സെയിം മെക്കാനിക്സിന് തന്നെ വരുന്നത്. നമുക്ക് ഇവിടുന്ന് തിരിക്കാം.
ഇതിന്റെ ഹോണിന്റെ ശബ്ദം കേട്ടില്ലോ. ഹോണിന്റെ ചെറിയ ഹോണാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പ് സ്പെഷ്യൽ താങ്ക്സ് ഫോർ AKM ഓബൻ. കാരണം എനിക്ക് ഈ വണ്ടി തന്നത് അവരാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പാലക്കാടാണ്. ഇവർക്ക് പാലക്കാട് മാത്രമല്ല, ഇവർക്ക് തിരുവനന്തപുരത്ത്, അതുപോലെ കൊച്ചി, പിന്നെ നമ്മുടെ ഈ പറയുന്ന മലപ്പുറത്ത്, അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ പുതിയതായിട്ട് ഒരെണ്ണം വരാനും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ യു ഹാവ് എനി അതർ ഡൗട്ട് ഓർ യു ഹാവ് എനി അതർ എൻക്വയറി, ഐ വിൽ ഷെയർ ദ ഓപ്പൺ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. You can call them and also they are friendly to solve your enquiries. Okay, it's time to wind up our video. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പുതിയൊരു ബൈക്കുമായി അല്ലെങ്കിൽ പുതിയൊരു വണ്ടിയുമായി വീണ്ടും വരാം. ബൈ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാര്യം ഓടിച്ചുകൊണ്ട് പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടേക്കണേ.